ചൈനയുമായുള്ള അതിർത്തി പ്രശ്നത്തിൽ ധാരണയായതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറയുന്നു. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിനെക്കുറിച്ചും സമവായമായി ചൈനീസ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ പഹൽഗാം ഭീകരാക്രമണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ചു. പാകിസ്ഥാന് ചൈന നൽകിയ പിന്തുണയെക്കുറിച്ചും സൂചിപ്പിക്കുകയുണ്ടായി. തീവ്രവാദത്തിൽ ഇന്ത്യക്കും ചൈനയ്ക്കും ഒരേ നിലപാടെന്നും വിക്രം മിശ്രി പറയുന്നു. ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി അജീഷ് ജയകുമാർ ചേരുകയാണ്. അജീഷ്, എന്തായാലും ഈ കാര്യത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം നന്നാക്കാനുള്ള ഒരു വലിയ ചുവടുവയ്പ്പാണ് പ്രധാനമന്ത്രി ഇന്ന് നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ അമേരിക്കൻ പ്രസിഡന്റ് നീക്കങ്ങളൊക്കെ തന്നെ നമ്മുടെ താല്പര്യങ്ങൾക്ക് ഹനിക്കുന്ന സംഭവം തന്നെ ആയ സാഹചര്യത്തിൽ മറ്റു ചില ബന്ധങ്ങൾ നമ്മൾ കാര്യമായി പരീക്ഷിക്കേണ്ട സമയമായിരിക്കുന്നു. പറയൂ അജീഷ്. ആശാവഹമായ പുരോഗതി തന്നെയാണ് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള ബന്ധത്തിലുണ്ടായിരിക്കുന്നത് എന്നതിൻ്റെ സൂചന തന്നെയാണ് വിദേശകാര്യ സെക്രട്ടറിയുടെ ഈ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഉറ്റുനോക്കിയിരുന്ന ഒരു ചർച്ചയായിരുന്നു 7 വർഷങ്ങൾക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലെത്തിയ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നടത്തിയ കൂടിക്കാഴ്ച. അതിൽ പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളും ചർച്ചയായി എന്ന് വേണം മനസ്സിലാക്കുക. അതായത് ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന അതിർത്തി തർക്കമായിരുന്നു പ്രധാനമായും ഉന്നയിച്ചിരുന്നത്. 2020 ഗാൽവാനിലുണ്ടായ ഏറ്റുമുട്ടലിന് ശേഷം ഇരു രാജ്യങ്ങളും സേനകളെ അതിർത്തിയിൽ വലിയ രീതിയിൽ വിന്യസിച്ചിരുന്നു. അത് ഘട്ടം ഘട്ടമായി പിന്മാറ്റിയിരുന്നെങ്കിലും പൂർണ്ണമായിട്ട് രീതിയിൽ എത്തിയിരുന്നില്ല. ഇതിലൊരു തീരുമാനമായതായി വിക്രം മിശ്രി വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പഹൽഗാം ഭീകരാക്രമണമായിരുന്നു. ഈ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി. ആ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് ചൈനയുടെ പിന്തുണ കിട്ടിയെന്ന് ഇന്ത്യയുടെ ഇന്റലിജൻസ് സംവിധാനങ്ങളാണ് പുറത്തുവിട്ടത്. ആ വിഷയവും നരേന്ദ്രമോദി ഇന്ന് നടന്ന ചർച്ചയിൽ ഉന്നയിച്ചു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയും ചൈനയും തീവ്രവാദത്തിന്റെ ഇരകളാണ്. അതിനുശേഷം സംയുക്തമായി ഇരു രാഷ്ട്രങ്ങളും ഉറപ്പു നൽകി അതിർത്തി കടന്നുള്ള ഏത് തീവ്രവാദ പ്രവർത്തനങ്ങളെയും ഒരുമിച്ച് നേരിടുമെന്നും ഇരു രാഷ്ട്രത്തലവന്മാരും സമവായത്തിലെത്തി. കൂടാതെ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര ബന്ധം അക്കാര്യത്തിലും ഏതാണ്ട് ഒരു സമവായത്തിലെത്തി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇരു രാജ്യങ്ങളും അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആഭ്യന്തര വികസനത്തിനാണ്. പരസ്പര വിശ്വാസത്തോടെയും ബഹുമാനത്തോടെയുമുള്ള വികസനത്തിന് വേണ്ടിയിട്ട് ഇരു രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കണമെന്നും പറഞ്ഞു. മാത്രമല്ല വരുന്ന നൂറ്റാണ്ട് ഏഷ്യയുടേതാണ്. ആ നൂറ്റാണ്ടിൽ ഏഷ്യയുടെ 2 വലിയ സാമ്പത്തിക ശക്തികൾ പരസ്പരം ശത്രുക്കളായല്ല ഒരുമിച്ച് സുഹൃത്തുക്കളായി സഹകരിച്ച് വേണം പോകണമെന്നും ഇന്ന് ചേർന്ന ചർച്ചയിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് ചേർന്ന് ആ സമവായത്തിലെത്തി. അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് ചർച്ചയായി. അങ്ങനെ ആശാവഹമായ പുരോഗതി തന്നെ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള ബന്ധത്തിൽ ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ അതിൻ്റെ തുടക്കമിട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വിമാന സർവീസുകൾ അത് തുടരുന്നു. മാത്രമല്ല കൈലാസ് മാനസരോവർ യാത്ര തുടങ്ങുന്നു. അങ്ങനെ പല രീതിയിൽ നിർത്തലാക്കിയിരുന്ന ഇന്ത്യയും ചൈനയ്ക്കും ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു വരുന്നു. ഇനി കൂടുതൽ ഈ വ്യാപാര ബന്ധങ്ങളടക്കം അതിലേക്കുള്ള ചർച്ചകളാണ് കടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു അടുത്ത വർഷം 2026 ഇന്ത്യയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടി. ആ ബ്രിക്സ് ഉച്ചകോടിയിൽ ചൈനയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ചിട്ടുണ്ട്. ഷീ ജിൻപിങ്ങിനെ ക്ഷണിച്ചിട്ടുണ്ട് ഇന്ത്യയിലേക്ക്. അങ്ങനെ പ്രധാനമായും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ മഞ്ഞുരുകിലാണ് ഇന്ന് നമ്മൾ കണ്ടത്. ഏതാണ്ട് 55 മിനിറ്റ് നേരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഷീ ജിൻപിങ്ങും തമ്മിലുള്ള കൂടിക്കാഴ്ച നീണ്ടത്.